മന്നം ജയന്തി ആഘോഷ നിറവിലാണ് പെരുന്നയിലെ NSS ആസ്ഥാനം. ഉദ്ഘാടകനായെത്തിയ രമേശ് ചെന്നിത്തലയായിരുന്നു മുഖ്യ ശ്രദ്ധാകേന്ദ്രം. 11 വർഷം നീണ്ട പിണക്കം മാറിയാണ് രമേശ് ചെന്നിത്തല പെരുന്നയിൽ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. അനുയോജ്യനായ ഉദ്ഘാടകൻ എന്ന് പറഞ്ഞാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ചെന്നിത്തലയെ സ്വീകരിച്ചത്. സമുദായ നേതാക്കളുടെ പിന്തുണ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രമേശ് ചെന്നിത്തല കരുത്തനാകുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. എന്തുകൊണ്ടും പക്വതയും ഇരുത്തവും രാഷ്ട്രീയപരമായ ഉള്ള ഒരു ഇരുത്തം വന്ന നേതാവ് രമേശ് ചെന്നിത്തല തന്നെ. ഞങ്ങൾക്ക് നേരത്തെ ക്ഷണിച്ചിരുന്ന ഉദ്ഘാടകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈശ്വരാധീനം കൊണ്ടും മമത പത്മനാഭന്റെ അനുഗ്രഹം കൊണ്ടും അതിലുമൊക്കെ അർഹനായ ഒരാള് നമ്മൾ തെരഞ്ഞെടുത്തു. ശ്രീ രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി തീരുമാനിച്ചു. വെള്ളാപ്പള്ളിയുടെ വാക്കുകളിലൂടെ കിട്ടിയ SNDPയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ്. 11 വർഷത്തെ ഇടർച്ചയ്ക്ക് ശേഷം ഇന്ന് മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടകനായി പെരുന്നയിൽ. തീർന്നില്ല. ഇനി ലീഗിന്റെ ആശീർവാദത്തോടെ സമസ്തയുടെ പരിപാടിയിലും ഉദ്ഘാടകൻ. അരിപ്പ ഭൂസമരവേദിയിലേക്കും ക്ഷണം. ആരാകും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന ചർച്ച കോൺഗ്രസിൽ രൂപപ്പെടുന്ന ഘട്ടത്തിലാണ് തലപ്പൊക്കമുള്ള നേതാവായി രമേശ് ചെന്നിത്തലയെ തേടി ഈ ക്ഷണങ്ങളും പുകഴ്ത്തലുകളും എത്തുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം കോൺഗ്രസിൽ നിർജീവമായ ഗ്രൂപ്പുകൾ ചെന്നിത്തലയ്ക്ക് പിന്നിൽ പുതിയ സമവാക്യം രചിക്കുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശൻ സംഘടനയുടെ മുൻനിരയിൽ ഓടാൻ തുടങ്ങിയപ്പോഴാണ് സമുദായ സംഘടനകളുടെ പ്രശംസാ ട്രാക്കിലൂടെ രമേശ് ചെന്നിത്തലയുടെ മാസ് എൻട്രി. ഗ്രൂപ്പുകളുടെ അതിപ്രസരത്തിൽ നിന്ന് കേഡർ സ്വഭാവത്തിലേക്ക് പാർട്ടിയെ മാറ്റും എന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു സുധാകരന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വരവ്. എന്നാൽ പ്രതിപക്ഷ നേതാവുമായി തുടക്കം മുതൽ രൂപപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ സകലതിനും വിലങ്ങുതടിയായി. ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലെയും ഉപതെരഞ്ഞെടുപ്പുകളിലെയും വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കെന്ന തർക്കവും പല ഘട്ടങ്ങളിൽ ശക്തിപ്പെട്ടു. യുവനിര സതീശന് പിന്നിൽ അണിനിരന്നപ്പോൾ അത് പുതിയ ഗ്രൂപ്പിന്റെ പിറവിയാണോ എന്ന് പോലും വ്യാഖ്യാനിക്കപ്പെട്ടു. ആ സമയത്താണ് സതീശ വിരുദ്ധ ചേരിയും കോൺഗ്രസിൽ ശക്തിപ്പെട്ടത്. രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നിൽ തന്ത്രങ്ങൾ മെനയുന്നത് ഇവരാണെന്ന് പോലും വിലയിരുത്തലുകൾ വന്നു. എന്തായാലും പുതിയ വർഷം കോൺഗ്രസിലെ ഈ പോർമുഖത്ത് ആര് വാഴും ആര് വീഴും എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.